പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിരന്തരം വാർത്തകളിൽ നിറയുന്ന ഒന്നാണ് കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ കപ്പലിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ എങ്ങനെയാണ് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതെന്നോ പുറം ലോകത്തുള്ളവർക്ക് അറിയാൻ സാധ്യത കുറവാണ്. എന്നാൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റിമുലേറ്ററുകൾ ഇത് കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരും. Yeah, so now let's say if I'm just entering this open harbor looks like when they're going inside, and then you can actually replicate any harbor for that matter. The harbor that they are actually. ശത്രുവിന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ കപ്പലിനുള്ളിൽ സംഭവിക്കുന്ന ആഘാതത്തിന്റെ നേർക്കാഴ്ചയാണിത്. ചുറ്റും മുഴങ്ങുന്ന അപായ ശബ്ദം, ഇരച്ചു കയറുന്ന കടൽ വെള്ളം, ആടിയുലയുന്ന കപ്പൽ. ദക്ഷിണ നാവിക കമാൻഡിലെ അവിനാശ് എന്ന ഡാമേജ് കൺട്രോൾ സ്റ്റിമുലേറ്ററിനുള്ളിലെ ദൃശ്യങ്ങളാണിത്. ഒറ്റനോട്ടത്തിൽ കപ്പലിന്റെ ഉൾവശം പോലെ തോന്നുമെങ്കിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ മനധൈര്യത്തോടെ അതിനെ നേരിടാമെന്ന് നാവികർക്ക് പരിശീലനം നൽകാനുള്ള സംവിധാനമാണിത്. ഇത്തരത്തിൽ തുടർച്ചയായി പരിശീലനം നൽകിയാണ് കപ്പലിൽ ജോലി ചെയ്യാൻ നാവികരെ പര്യാപ്തരാക്കുന്നത്. ആസ് എ പ്രീമിയർ ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെന്റ് ഞങ്ങളുടെ രണ്ട് സിമുലേറ്റേഴ്സ് ഉണ്ട്. വൺ ഈസ് ഡാമേജ് കൺട്രോൾ സിമുലേറ്റേഴ്സ്, അടുത്ത സിമുലേറ്റർ ഈസ് ഫയർ ഫൈറ്റിംഗ് സിമുലേറ്റർ. ഇത് രണ്ട് സിമുലേറ്ററും ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക്. ഈ രണ്ട് സിമുലേറ്ററും നമ്മുടെ പേഴ്സണൽ കപ്പലിൽ പോകുന്ന പേഴ്സണലിനെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇൻ ഹാർബർ അല്ലെങ്കിൽ ഇന്ന് ഷോർ പറയും. ഇവിടെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിള്ളേർ ഷിപ്പിൽ പോകുമ്പം അവർക്കൊരു വെപ്രാളവും ഒരു പേടിയും ഇല്ലാണ്ട് അവിടെ വരുന്ന സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ കഴിയും. അത് ഫയർ ആയാലും ഫ്ലഡിങ് ആയാലും. ഇനി കപ്പലിനുള്ളിൽ തീ പടർന്നാലോ? ഫയർ ഫൈറ്റിംഗ് സ്റ്റിമുലേറ്ററിനുള്ളിലെ കാഴ്ചയാണിത്. ഇതിനെല്ലാം പുറമെ കപ്പലിന്റെ നിയന്ത്രണം പരിശീലിപ്പിക്കാനുള്ള സ്റ്റിമുലേറ്ററും ഇവിടെയുണ്ട്. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഏത് പോർട്ടിലേക്കും ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യാം. മഴയത്തും മഞ്ഞത്തും കൊടും കാറ്റിലും ഏത് കപ്പൽ വേണമെങ്കിലും എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ഇവിടെ ഇരുന്ന് പഠിക്കാം. അപ്പോൾ ഇതിൽ ആ റിയൽ ടൈം സിറ്റുവേഷൻ കടലിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ നേവിക്ക് പല ഷിപ്പുകളുണ്ട്. എയർക്രാഫ്റ്റ് കാരിയർ തൊട്ട് ടാങ്കർ തൊട്ട് ഫ്രിഗേറ്റ്സ്, ഡിസ്ട്രോയേഴ്സ്, അങ്ങനെ ഈ സിമുലേറ്ററിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ട്രെയിനീസിനെ മീൻസ് കടലിൽ പോവാതെ തന്നെ ഇവിടെ നമുക്ക് ട്രെയിൻ ചെയ്ത് നമുക്ക് അവരെ പ്രിപ്പയർ ചെയ്യാം. അത് ഇതൊരു 365 ഡേയ്സ് ഓപ്പറേഷനിലാണ്. ഈ ഇപ്പോൾ ആ ഒരു ഇവിടെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അവന് പല വട്ടവും നമ്പർ ഓഫ് ടൈംസ് പുള്ളിക്കാരൻ ഈ സിമുലേറ്ററിൽ വന്നിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ കടലിലോട്ട് പോകുമ്പോൾ അത്രയും ഈസി ആയിരിക്കും. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള നാവികർക്ക് വർഷങ്ങളായി ഇവിടെ പരിശീലനം നൽകി വരുന്നുണ്ട്. ഇതിനു പുറമെ വാണിജ്യ കപ്പൽ ജീവനക്കാർക്കും ഈ പരിശീലനം ഇവിടെ നൽകുന്നുണ്ട്. ദൂരദർശന വാർത്തകൾക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും അബ്ദുൽ ജലീലിനൊപ്പം സുനിത് സുകുമാരൻ.